എത്തിയിട്ടുള്ളത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും അഗ്രോണമി വിഭാഗം പ്രൊഫസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ PS ജോൺ സാറാണ്. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മണ്ണെറിഞ്ഞ് വളം ചെയ്യണം എന്ന ഒരു ഫിലോസഫി, ആ ഒരു ഫിലോസഫിയിൽ എത്രത്തോളം എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? ആ ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു നോക്കുകയുള്ളൂ. മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പാറ പൊടിഞ്ഞാൽ മണ്ണുണ്ടാകുന്നതെന്ന്, അല്ലേ? പക്ഷേ പാറ പൊടിഞ്ഞാൽ നമുക്കിന്ന് വ്യക്തമായിട്ട് അറിയാം, ഒന്നെങ്കിൽ പാറപ്പൊടി അല്ലെങ്കിൽ പാറമണലേ ഉണ്ടാകുകയുള്ളൂ. അതിലൊന്നും കൃഷി ചെയ്യാനും സാധിക്കുകയില്ല. ഈ പറയുന്ന പാറയും പാറപ്പൊടിയുമൊക്കെ പ്രകൃതിയുടെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട്, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ചൂട് കൊണ്ട്, വെള്ളത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ അത് മൂലകങ്ങൾ ആയി വേർതിരിഞ്ഞ് അവിടെ ജൈവാംശം അലിഞ്ഞു ചേർന്ന്, ആ മൂലകങ്ങളിൽ ജൈവാംശം അലിഞ്ഞു ചേർന്ന് സൂക്ഷ്മാണുക്കൾ വളർന്ന് അത് മണ്ണായിത്തീരണം. ഇങ്ങനെ ഉണ്ടാകാവുന്ന ഈ മണ്ണിൽ ഏത് പാറ പൊടിഞ്ഞിട്ടാണോ ഈ മൂലകങ്ങൾ വന്നത് അതനുസരിച്ചിരിക്കും പാറയിലുണ്ടാകാവുന്ന മൂലകങ്ങളുടെ അളവും മൂലകങ്ങളുടെ വൈവിധ്യവും. ഈ വൈവിധ്യം എല്ലാ ചെടികൾക്കും പലതരത്തിലാണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു മണ്ണിൽ ഏത് ചെടിയാണോ വളരുന്നത് ആ ചെടിക്ക് ഒരു പ്രത്യേക മൂലകങ്ങളുടെ കൂട്ട് ആവശ്യമുണ്ട് എന്നുള്ളതും, വിവിധ മണ്ണുകളിൽ ഈ മൂലകങ്ങളുടെ അളവ് വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ടും ശരിയായ മണ്ണ് പരിശോധന നടത്തണം. ഏതൊക്കെ മൂലകങ്ങൾ വേണമെന്ന്. ചെടിക്ക് ജീവിക്കാനായിട്ട് 10 22 മൂലകങ്ങൾ മതി. അതിൽ 17 അത്യാവശ്യമാണ്. ബാക്കിയുള്ള 17 6 23 ഈ മൂലകങ്ങൾ എല്ലാ ചെടിക്കും വേണ്ട, ചില ചെടിക്ക് അത്യാവശ്യമായിട്ട് വേണം താനും. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഏത് വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തെങ്ങാണ് എങ്കിൽ അതിന് സോഡിയം കിട്ടുന്നത് നല്ലതാണ്. ഉപ്പ്, അതുകൊണ്ടാണ് നമ്മൾ തെങ്ങിന് ഉപ്പ് കൊടുക്കുന്നത്. പക്ഷേ ആ മണ്ണിൽ സോഡിയത്തിൻ്റെ അംശമുണ്ടോ ക്ലോറിൻ്റെ അംശമുണ്ടോ ഒന്നും അറിഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. നെല്ലാണെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്ന ഒരു മൂലകം അത്യാവശ്യമാണ്. അതുള്ള മണ്ണിൽ നെല്ല് നന്നായിട്ട് വളരും, നെല്ല് വീഴുകയില്ല. പക്ഷേ ബാക്കിയുള്ള മരച്ചീനിക്ക് ഈ സിലിക്കൺ ആവശ്യമൊന്നുമില്ല. അപ്പം വിവിധ വിളകൾക്ക് വിവിധ മൂലകങ്ങൾ വിവിധ അളവിൽ ആവശ്യമുള്ളത് കൊണ്ട് ഏത് വിളകളാണോ അവിടെ വളരുന്നത് ആ മണ്ണിനെ പരിശോധിച്ചിട്ട് ഏത് മൂലകമാണ് എന്ന് നമ്മൾ അറിയണം. അതാണ് പ്രധാന കാര്യം. പക്ഷേ ഈ മൂലകം ഉണ്ട് എങ്കിൽ തന്നെ അത് ചെടിക്ക് ലഭ്യമായി കൊള്ളണമെന്നില്ല. മണ്ണിന് മറ്റു ചില ഗുണങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് മണ്ണിൻ്റെ അമ്ലക്ഷാര നിലയാണ്, pH എന്ന് പറയുന്നത്. അതറിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അതറിഞ്ഞ് ഈ pH എന്ന് പറയുന്നത് 0 തൊട്ട് 14 വരെയുള്ള ഒരു അളവാണ്. അതിൽ 7 എന്ന് പറയുന്നതാണ് അമ്ലവുമല്ല ക്ഷാരവുമല്ലാത്ത നില. ഈ അമ്ലവുമല്ല ക്ഷാരവുമല്ലാത്ത നില 7ലേക്ക് pH എടുക്കുമ്പോഴാണ് മിക്കവാറും മൂലകങ്ങൾ മിക്കവാറും വിളകൾക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പം നമ്മുടെ സാധാരണ മണ്ണിൽ അമ്ലാംശം എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 4 ആകാം, 4.5 ആകാം, 5 ആകാം, 5.5 ആകാം. അതിനെ 6.5-ലേക്കോ 6.25-ലേക്കോ 7-ലേക്കോ ഒക്കെ കൊണ്ടുവരാൻ തക്കുന്ന മാറ്റം വന്നു കഴിഞ്ഞാൽ മൂലകങ്ങൾ മണ്ണിൽ ഉണ്ടെങ്കിൽ പോലും ചെടികൾ വലിച്ചെടുക്കുകയുള്ളൂ. അപ്പോൾ അതിനെ മണ്ണറിയണമെങ്കിൽ മണ്ണിനെ പരിശോധിക്കണം. മണ്ണിനെ പരിശോധിച്ച് മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങളുടെ കുറവാണ് കൂടുതലാണ് എന്ന് കണ്ടുപിടിക്കണം. മണ്ണിനെ പരിശോധിച്ച് മണ്ണിൽ അമ്ലക്ഷാര നില എത്രയാണ് എന്ന് മനസ്സിലാക്കണം. മണ്ണിനെ പരിശോധിച്ച് മണ്ണിൽ ജൈവാംശമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. ശരിയായ രീതിയിൽ ജൈവാംശം ഉണ്ടായാലേ തീർച്ചയായിട്ടും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം നടക്കുകയുള്ളൂ. ഒരു നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 5% ജൈവാംശവും 45% ഞാൻ മുമ്പേ പറഞ്ഞ പാറ പൊടിഞ്ഞിട്ടുണ്ടാകാവുന്ന മൂലകങ്ങളും 25% വായുവും 25% വെള്ളവും വേണം. അപ്പോൾ ഈ 5% ജൈവാംശം എന്ന് പറയുന്നത് നമ്മൾ ജൈവ കാർബൺ എന്ന് പറയുന്ന വസ്തുവിൻ്റെ അളവെടുത്തിട്ടാണ് മനസ്സിലാക്കുക. ഇനിയും ജൈവ കാർബൺ കുറവാണോ? അതിൻ്റെ അർത്ഥം ജൈവാംശം കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതൽ ജൈവാംശം ചേർത്താലേ ഒക്കെ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും മണ്ണറിഞ്ഞ് വളം ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഫിലോസഫി മണ്ണിനെ പരിശോധിച്ച് അതിൻ്റെ രാസസ്വഭാവം, അമ്ലക്ഷാര നിലവാരം അറിയുക, അതിൻ്റെ മൂലകങ്ങളുടെ വിവിധ മൂലകങ്ങളുടെ സമ്പത്ത് എന്തുമാത്രമുണ്ടെന്നറിയുക. ഓരോ വിളകൾക്കും ഈ പറയുന്ന മൂലകങ്ങളുടെ പ്രത്യേക അളവുകൾ എത്രയാണെന്ന് ശുപാർശയുണ്ട്. അതനുസരിച്ച് കൊടുക്കാനുള്ള ഒരു ആശയം രൂപീകരിക്കുക. ഇതിനാണ് മണ്ണറിഞ്ഞ് വളം ചെയ്യുക എന്ന് പറയുന്നത്.